അപ്പോൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്, കൂടുതൽ കറി വയ്ക്കുകയാണ് ഗൈസ്. പച്ചമുളകും ഒരു ചെറിയ ഉള്ളി, ഇത്തിരി ഉപ്പാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മൂക്കണ വരണ്ട് ഇളക്കുക. ഒരു 3 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. കൂടുതലാണ് കേട്ടോ, ഒരു 3/4 കിലോ കൂടുതലുണ്ട്. അതിലെ പണിപ്പുരയിലാണ് ഞങ്ങൾ. ഉള്ളി നന്നായിട്ട് മൂത്തുണ്ട്. നമുക്ക് ആ തക്കാളിയാണ് തട്ടി കൊടുക്കുക. ആ തക്കാളിയാണ് ഇട്ട് കൊടുക്കുക. ഞാൻ നന്നായിട്ട് വഴളണം ഗൈസ്. ഇത് നന്നായിട്ട് വഴളണം, എന്നാലേ ആ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വഴറ്റുന്നുണ്ട്. അടുത്ത ഘട്ടത്തിൽ നമുക്ക് എന്താവും എന്നുള്ളത് കാണിച്ചു തരാം. ഗൈസ്, തക്കാളിയൊക്കെ നല്ലോണം വഴണ്ടിട്ടുണ്ട്. ആ വെള്ളമൊക്കെ വറ്റി സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇടാം. മസാല നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതങ്ങോട്ട് ഇത് തന്നെ കാണിച്ചു തരാം. അളവും കാര്യങ്ങളൊന്നും അറിയില്ല. അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കണം. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. 1.5 സ്പൂണ് മുളക് പൊടി. കുറച്ച് മല്ലിപ്പൊടി. ഇത് വീട്ടിൽ നിന്ന് പൊടിച്ച് തന്ന കുരുമുളക് പൊടിയാണ്. അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കണം. ഇവൻ്റെ ആ മണമൊക്കെ അങ്ങോട്ട് പോകണം. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ പുളി ഇവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് വീട്ടിൽ നിന്ന് തന്നുവിട്ട കുടംപുളിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ വീണതൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഭാര്യ ഉപ്പിലൊക്കെ ഇട്ട് വെച്ച് തന്നാണ്. അപ്പോൾ ഈ പുളി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇത് ഇത്രയും പുളിയുണ്ട്, ഇതങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ മീൻ ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം, ഒന്ന് വറ്റാണ്ട്. അതുകൊണ്ട് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് വറ്റട്ടാണ് കിടന്നിട്ട്. കറി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത്തിരി അയില, ഒരു 2 അയില മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് വറുക്കുകയാണ് ഗൈസ്.